ഗൈസ് നമ്മളെ വീക്ക് 3 അതുപോലെ തന്നെ ബാലൻഡിയോറിൻ്റെ രണ്ടാമത്തെ വീക്കും വന്നിട്ടുണ്ട്. സോ നമുക്കെന്തായാലും 3K ജെം ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞ് ഗൈസ് ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ 21K ജെം കണ്ടുകൊണ്ട് തന്നെ 30Kയുടെ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളെ ലീഡർ ബോർഡ് റിവാർഡും കൂടി വന്നിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാം. എന്തായാലും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ 3K ജെം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. ഈ ലക്കനുസരിച്ച് ആണെങ്കിലോ വോക്കൗട്ടില്ല ഗൈസ്. സോ ഞാൻ സാധാരണ അങ്ങനെ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യാറില്ല. സോ ഈ കാർഡ് കണ്ടപ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ ഡൊണാറുമയുടെ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഓക്കെ, അത്യാവശ്യം കുറച്ച് പ്ലേസിന് കൊടുത്ത് ഏകദേശം കുറച്ച് പ്ലേസിന് വാങ്ങി. ആ കാർഡ് കണ്ടപ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് അടിക്കാൻ തോന്നി ഗൈസ്, അതുകൊണ്ടാണ്. സോ ഷാർട്സ് പിന്നെ നമുക്ക് റെഡിയാക്കാം. നമുക്കൊരു ഗോൾ കീപ്പർ ആവശ്യമായിരുന്നു. സോ നമ്മൾ ഡൊണാറുമേനെ എടുത്തിട്ടുണ്ട്. ഇനി ട്രെയിൻ ചെയ്യല്ല, റാങ്ക് അപ്പ് ചെയ്യണം ഗൈസ്. നല്ല കാർഡായാൽ മതിയായിരുന്നു. ഗൈസ് ആരെങ്കിലും ഡൊണാറുമേനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. ഓക്കെ, ഫസ്റ്റ് റാങ്ക് അപ്പ് സക്സസ്ഫുൾ, എല്ലാം സക്സസ്ഫുൾ ആയിരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഫുള്ള് നമുക്ക് ഓറഞ്ച് റാങ്ക് വരെ എത്തിക്കാൻ പറ്റും തോന്നുന്നില്ല. സോ നമ്മളെന്തായാലും അതിനു വേണ്ടി കുറച്ചുകൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഇനി കുറച്ചുകൂടി ടോക്കൺ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരാം. സോ ഗൈസ് നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രെയിനിങ് ചെയ്തായിരുന്നു. 28 ലെവൽ 29 ലെവൽ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ബാക്കിയുള്ള ഇതും കൂടി കൊടുക്കാം. നമുക്ക് എന്തായാലും ഹൈ ബോൾസ് കൊടുക്കാം ഗൈസ്, നല്ല റിഫ്ലക്സ് ഉണ്ടായിരിക്കട്ടെ. ഇനി എന്തായാലും നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം ഗൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഇനി കാര്യമായിട്ട് കുറേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഈ 30K ഓർക്കാൻ പോവാണ്. എങ്ങാനൊരു 113 കിട്ടിയ ഗൈസ് ഡബിൾ ആയിരിക്കും. എനിക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഹെൻറിയുടെ കാർഡോ ഇല്ലെങ്കിൽ ഹെൻറി സ്റ്റാം, പിന്നെ നമ്മളെ എംബാപ്പെ, ഇല്ലെങ്കിൽ ഗൈസ് റൈറ്റ് ബാക്ക് ആട്ടാ ഫ്രിംപോങ്ങിൻ്റെ കാർഡ് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ഇല്ല അലക്സാണ്ടർ ആർണോൾഡിൻ്റെ കാർഡുണ്ട്, അത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് ഗൈസ്. കാരണം എനിക്കിപ്പം വീക്കായിട്ടുള്ളത് ഒരു ലെഫ്റ്റ് ബാക്ക് പിന്നെ റൈറ്റ് ബാക്കുമാണ്. നിങ്ങളെൻ്റെ സ്കോഡ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. സോ നിങ്ങളെന്തായാലും സജസ്റ്റ് ചെയ്യുക ഗൈസ്, ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് സജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 100 പാക്ക്. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ജമ്മു പൊട്ടിച്ച് ഇതുവരെ പാക്കൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് മിന്നിച്ചേക്കണേ. ഒരുപാട് പ്രതീക്ഷകളുള്ള പാക്കാണ്. ബ്രസീലിൽ ആരുടെ ഉള്ളത് തേച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. ആ ബ്രസീൽ കണ്ടപ്പോൾ ഞാനൊന്ന് ആദ്യം ഞെട്ടിയെങ്കിലും ബ്രസീലിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടായിട്ട് ഉണ്ടായിരുന്നില്ല ഈ വീക്കിൽ. നമ്മളെ പറ്റിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും വെറുതെ കൊണ്ടുപോയി കളഞ്ഞ് ഗൈസ് കുറേ ജെംസ്. അത് വെച്ച് എത്ര ബാലൻഡിയോറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യായിരുന്നു. നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ എന്തായാലും ലീഗ് റിവാർഡ്സ് 3200 ജെമ്മുണ്ട്. സോ ഈ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല ജെമ്മുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയില്ല, സ്റ്റിൽ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇതിനകത്ത് അത് തിരിച്ചു പിടിക്കാം. ഇതിനകത്ത് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഇതിനകത്താണെന്ന് തോന്നുന്നു സ്ലാട്ടനെ കിട്ടിയത്. അതെ ഗൈസ്, ഈ അക്കൗണ്ടിലാണ് നമുക്ക് ആദ്യത്തെ വീക്കാന്ന് തോന്നുന്നു സ്ലാട്ടൻ 113 കിട്ടിയായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇംഗ്ലണ്ട് റൈറ്റ് മിഡ് ഗൈസ് മഡ്വേക്കയുടെ കാർഡ്. ഇതിപ്പോൾ എത്രാം തൊട്ടാണ് തരുന്നതെന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് ഇത് കുറേ വട്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആരാണ് ഗൈസ് ഈ ഇവൻ്റിൽ നിന്ന് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ വീക്കിൽ നിന്ന് അതുപോലെ തന്നെ ബാലൻഡിയോറിൽ നിന്ന് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് നോക്കാം. ഈ ബെക്കംപൂറിൻ്റെ കാർഡൊക്കെ ഉണ്ട്. ഓക്കെ, ബെക്കംപൂറിൻ്റെ കാർഡ്, ഡെംബലയുടെ കാർഡ് വോക്കൗട്ടില്ല, വെറുതെ മോഹിച്ചു. നിക്കോ വില്യംസിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാർഡ് കൊടുക്കായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇനി ഇഷ്ടം പോലെ പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മുണ്ട് ഗൈസ്. ഒറ്റയടിക്ക് തീർക്കണ്ട, നമുക്ക് മെല്ലനെ അങ്ങ് തീർത്ത് പോവാം. ഓക്കെ ഗൈസ്, നിങ്ങളെ OVR അപ്ഗ്രേഡ് ആയോ? ഇപ്പോൾ ഉള്ള OVR ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, വോക്കൗട്ടാണ്. ഇംഗ്ലണ്ട് മഡ്വേക്കാണോ റൈറ്റ് ബാക്ക്? ഓ ഗൈസ്, അർണോൾഡിൻ്റെ കാണാൻ തോന്നുന്നു.
ഓ ഗേസ് അർണോൾഡിൻ്റെ കാർഡ് തന്നെയാണ് 112 റേറ്റഡ് കാർഡ് ഗേസ്. എന്തായാലും ഡബ്ല്യു പാക്ക് തന്നെയാണ് ഗേസ്. അതും അൺലിമിറ്റഡ് ബണ്ടിലാണ് ഗേസ് കിട്ടിയത് നമുക്ക് അർണോൾഡിനെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ അൺലിമിറ്റഡ് ബണ്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു ഗേസ് നമുക്ക് സ്ലാട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗേസ് ഇതിന് എച്ചാതി ലക്കാണ്. ബട്ട് ഞാൻ ബാക്കിയുള്ള കാർഡൊക്കെ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഡിസ്കാർഡ് കളയുന്നല്ല, എക്സ്ചേഞ്ച് ടോക്കണ് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് അടിച്ച് കളയും. സോ ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് അപ്ഗ്രേഡ്സും സംഭവമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വല്ലപ്പോഴും കയറി കളിക്കും ഇതിനകത്ത്. സോ ഈ വീക്ക് എന്തായാലും കിടിലം പാക്സൊക്കെ ഉണ്ട്. ഗേസ് വോക്കൗട്ടില്ല. നമുക്കിനി എന്തായാലും ബാക്കിയുള്ള ജമ്മിന് ഇത് പറഞ്ഞുകൂടി ഓപ്പൺ ചെയ്ത ഡീസ് നമുക്കൊരു ബാലൻഡിയർ കൂടി ഓപ്പൺ ചെയ്ത് നിർത്താം. ഏത് സെക്കൻഡ് അക്കൗണ്ടില്ലേ, തേർഡ് അക്കൗണ്ട് ഇനിയും ബാക്കിയുണ്ട് ഡീസ്. ഓക്കെ, ഈ വീഡിയോ ഫുള്ള് കാണുന്നവരെ ഒരു വൈറ്റ് ഹേർട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ബാലൻഡിയോറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാം. ഒരു 100 ജമ്മൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ബണ്ടിൽ ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്ത് നിർത്തായിരുന്നു. ബട്ട് അത്രയ്ക്കും ഇല്ല ഗെയ്സ്. ഇത് നോക്കാം എന്തായാലും. പോർച്ചുഗൽ ഫിഗോ ആണോ? ഈ ചങ്ങാനെ തന്നെയാണ് ഈ നമുക്ക് 10Kയുടെ പാക്ക് തന്നെ. ജാവോ ക്യാൻസലോനെ കുഴപ്പമില്ല, നമുക്ക് പണ്ടേ ലക്കില്ലാത്തതാണല്ലോ കേസ്. സോ നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് അടിച്ചിട്ട് ഒന്നുകൂടി എടുക്കാം. ഈസ് ബാലൻഡിയൊന്നും ഈ കാര്യമായിട്ട് ആരെയും കിട്ടിയില്ല ഗീസ്. ഹയ്യസ്റ്റ് കിട്ടിയ തന്നെ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഈ ജാവോ ക്യാൻസലോ തന്നെയാണ്. ഓക്കെ, കുറേ ആൾക്കാർക്ക് ഈ വാരിക്കോരി കൊടുക്കുകയാണ്, പക്ഷെ എനിക്ക് ആരെയും തരുന്നില്ല. ഓക്കെ, വോക്കൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് റൈറ്റ് മിഡ്, ഇതിനകത്ത് മഡ്വയൊക്കെ ഉണ്ടോ? ഓ ഗീസ് പാമറാണോ? ഓ പാമറിൻ്റെ കളി ഇട്ടിട്ടുണ്ട്. എന്തായാലും 109 റേറ്റഡ്. ഓക്കെ, ഡബ്ല്യു തന്നെയാണ്. ഗെയ്സ് നമുക്കിനിയിപ്പം നമ്മളുടെ തേർഡ് അക്കൗണ്ടിൽ പാക്ക് ഓപ്പണിങ് തുടങ്ങാം. ഫസ്റ്റിന് നമുക്ക് 3K ജെം പാക്കിൽ നിന്ന് ലക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗെയ്സ്. ലക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ വോക്കൗട്ട് ഉണ്ട്. ഒരു ഐഡിയ ഇല്ല ഇതാരാണ്. ക്രിസ്റ്റൽ പാലസിൽ. ഓക്കെ, ഈ മ്യൂനോസിൻ്റെ കാർഡാണ് 110 ഡബ്ല്യു തന്നെയാണ് ഈസ്. കാരണം 110ൻ്റെ കാർഡ് നമുക്ക് 30K തുറന്നിട്ടാണ് 110ൻ്റെ കാർഡ് കിട്ടിയത്. ഇതിനകത്ത് 3K തുറന്നിട്ട് നമ്മൾ വെറുതെ കൊണ്ടുപോയി കുറേ ജമ്മ് കളഞ്ഞു ഈസ്. അതിന് എത്ര പാക്ക് ഓപ്പൺ ചെയ്യായിരുന്നു, ഈ വീഡിയോയുടെ ലെങ്ത് എത്ര കൂട്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇത് കൊരസ്കേരിയാണ്. ആ ഫ്ലാഗ് കണ്ടാൽ അറിയാം. എന്തായാലും ബെസ്റ്റിനെ കിട്ടാനൊന്നും പോകുന്നില്ല. കൊരസ്കേരി തന്നെയാണ് 110 റേറ്റഡ് ക്വിച്ച കൊരസ്കേരിയ. ഇനി കുറച്ചുകൂടി ജമ്മു ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല അത്യാവശ്യം ജമ്മു ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. വോക്കൗട്ട് ഉണ്ടാവുമോ എന്ന് സംശയമാണ്. ഇല്ല ഗെയ്സ്, വോക്കൗട്ടില്ല. വ്ലാഹോവിച്ചാണോ? 107ൻ്റെ പ്ലെയറാണ്. ഓ, അവർക്ക് മാറ്റാനൊക്കെ അറിയാം. സോ നമുക്കിനി എന്തായാലും ഒരു അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. അത് ഇനി ഇതിനകത്ത് ലക്ക് ഉണ്ടെങ്കിൽ ഇത് തന്നെ ഓരോടെ ഓപ്പൺ ചെയ്ത് നിർത്താം. ഇല്ലെങ്കിൽ ലാസ്റ്റായിട്ടൊരു ബാലൻഡിയർ പാക്ക് കൂടി ഓപ്പൺ ചെയ്യാം. ഈ നിങ്ങൾ ആയിട്ട് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേസ് നമുക്ക് 1K അടിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ലക്കില്ല. നമുക്കിനിയിപ്പം ഒരു ബാലൻഡിയർ പാക്ക് കൂടി ഓപ്പൺ ചെയ്ത് ഈ ഒരു മെഗാ പാക്ക് ഓപ്പണിങ് എൻഡ് ചെയ്യാം ഗെയ്സ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വ്ലാഹോവിച്ച്.